നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കാനും അഴിമതി പണം സംരക്ഷിക്കാനും വേണ്ടി തട്ടിക്കൂട്ടിയ എക്സാലോജി കമ്പനി അടച്ചുപൂട്ടിയതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കാനഡയിൽ പുതിയ കമ്പനി തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലാവലിൻ കേസിൽ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പിണറായി വിജയന്റെ മകൾ ലാവലിന്റെ നാട്ടിൽ തന്നെയാണ് കമ്പനി തുടങ്ങിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ പല ദുരൂഹതകളും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. 2023 മാർച്ച് 31 ലാവലിന്റെ നാടായ കാനഡയിൽ വീണ വിജയൻ കമ്പനി തുടങ്ങിയത്. ദ സ്കൈ 11 ഇൻകോർപ്പറേറ്റ് എന്ന പേരിൽ കാനഡയിൽ ടൊറന്റോ ആസ്ഥാനമായിട്ടാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ വലിയ കുരുക്കിലേക്കാണ് മുഖ്യമന്ത്രിയും മകളും ചെന്നുപെട്ടിരിക്കുന്നത്. കൂടാതെ മരുമകൻ റിയാസും ഒരുപോലെ തന്നെ വെട്ടിലായിട്ടുണ്ട്. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അവരുടെ കുടുംബാംഗങ്ങളോ വിദേശത്ത് ബിസിനസ് നടത്തുകയോ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് താല്പര്യങ്ങൾ ഇവർക്ക് വിദേശത്തുണ്ടാവുകയോ എന്തെങ്കിലും ജോലി ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിനെ അറിയിക്കണമെന്ന ചട്ടമുണ്ട്. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണ വിജയൻ കാനഡയിൽ കമ്പനി തുടങ്ങിയത് കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ പിണറായിക്കും കുടുംബത്തിനും ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വിദേശത്തുള്ള ഇടപാടുകളായതിനാൽ CBIക്ക് മാത്രമേ അന്വേഷിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ വീണ വിജയന്റെ കാനഡയിലെ കമ്പനിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഒന്നിനു പുറകെ ഒന്നായി പിണറായി വിജയനും കുടുംബത്തിനും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കടലാസ് കമ്പനിയായ എക്സാലോജിക് ഗത്യന്തരമില്ലാതെ അടച്ചുപൂട്ടിയതിനു പിന്നാലെയാണ് കാനഡയിൽ പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. അതും ഒരു കടലാസ് കമ്പനിയായി തന്നെയാണ് മനസ്സിലാകുന്നത്. എന്താണ് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ പോലും കൃത്യമായി വ്യക്തമാക്കാൻ വീണ വിജയന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സാലോജിക് പൂട്ടിയതോടെ പിണറായിയും കുടുംബവും സ്വരുക്കൂട്ടിയ സ്വത്തുക്കൾ വിദേശത്തേക്ക് കടത്താനുള്ള നീക്കമാണോ ഈ കമ്പനി രൂപീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. കാനഡയിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിലുള്ള വീടിന്റെ അടക്കം ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ദ സ്കൈ 11 ഇൻകോർപ്പറേറ്റ് എന്ന കമ്പനിയുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വീണയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരേ ഒരു ഡയറക്ടറാണ് ഈ കമ്പനിക്കുള്ളത്. മറ്റ് 3 എംപ്ലോയീസിന്റെയും പേര് വിവരങ്ങളും പ്രൊഫൈലുകളും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വീണ വിജയന്റെ പ്രൊഫൈലും ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ദ സ്കൈ 11 ഇൻകോർപ്പറേറ്റ് എന്ന കമ്പനിയുടെ പ്രൊഫൈലിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വീണ വിജയന്റെ പ്രൊഫൈൽ ഇന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. എക്സാലോജിക്കിൽ നിന്ന് PwC ചെയർമാൻ ജയ്ക്ക് ബാലകുമാറിന്റെ പേര് എങ്ങനെ ഒഴിവായോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാനഡയിലെ കമ്പനിയുടെ പ്രൊഫൈലിൽ നിന്ന് വീണ വിജയന്റെ പ്രൊഫൈൽ അപ്രത്യക്ഷമായിരിക്കുന്നത്. വീണ വിജയൻ കാനഡയിൽ തുടങ്ങിയ കമ്പനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമാകുന്ന കാര്യം വീണയുടെ അച്ഛൻ പിണറായി വിജയൻ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ലാവലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട SNC ലാവലിൻ കമ്പനിയുടെ സ്വദേശമാണ് കാനഡ എന്നുള്ളതാണ്. കിഫ്ബി മസാല ബോർഡുമായി ബന്ധപ്പെട്ടും ലാവലിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ 374 കോടി രൂപയുടെ ലാവലിൻ അഴിമതി സത്യമാണെന്നും കേരളത്തെ അപ്പാടെ കൊള്ളയടിച്ച് വിദേശത്തേക്ക് പിണറായി വിജയനും സംഘവും കടത്തുന്നുണ്ടെന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലാവലിൻ കമ്പനിയുടെ ആസ്ഥാനത്ത് തന്നെയാണ് പിണറായി വിജയന്റെ മകൾ കമ്പനി തുടങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു. കാനഡയിൽ 2003 മാർച്ച് 31 വീണ കമ്പനി ഉണ്ടാക്കുന്നത്. അതായത് 2022 വീണയുടെ കമ്പനി പൂട്ടുന്നു. അതിനുശേഷം 2023 മാർച്ച് 31 കാനഡയിൽ വീണ പുതിയൊരു കമ്പനി തുടങ്ങുന്നു. ഗത്യന്തരമില്ലാതെ എക്സാലോജിക് പൂട്ടേണ്ടി വന്നതോടെ കള്ളപ്പണം വെളുപ്പിക്കാനും വിദേശത്തേക്ക് പണം കടത്താനും വേണ്ടി മറ്റൊരു കമ്പനി തട്ടിക്കൂട്ടിയെന്ന് അനുമാനിക്കാം. രവി പിള്ളയുടെ കമ്പനിയിലെ ജോലിക്കാരിയായിരുന്ന വീണ തുടങ്ങിയ ബംഗളൂരുവിലെ എക്സാലോജിക് പല വിവാദങ്ങളിലും കുടുങ്ങിയിരുന്നു. ഇതിൽ എല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ഇതിനോടൊപ്പമാണ് കാനഡയിലെ കമ്പനിയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. വീണ വിജയന്റെ കാനഡയിലെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത വീടിന്റെ ചിത്രമടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ദ സ്കൈ 11 ഇൻകോർപ്പറേറ്റ് എന്ന പേരിൽ വീണ തുടങ്ങിയ കമ്പനിയുടെ രജിസ്ട്രേഷൻ നമ്പർ 14898346. 2023 മാർച്ച് 31 തുടങ്ങിയ കമ്പനി ഇപ്പോഴും ആക്റ്റീവായി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഡയറക്ടർ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത്. അതാണ് മുഖ്യമന്ത്രിയുടെ മകൾ. സിഗ്നൽ ഹയർ എന്ന ആധികാരികമായ വെബ്സൈറ്റിൽ ഈ ഡയറക്ടറുടെ വിവരങ്ങൾ മുഴുവൻ ലഭ്യമാണ്. ഇതാണ് വീണ വിജയനിലേക്ക് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല ഈ കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ മാനേജിംഗ് ഡയറക്ടറായി ചേർത്തിരിക്കുന്നത് വീണ വിജയന്റെ പ്രൊഫൈൽ തന്നെയാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വീണ വിജയനിലേക്ക് തന്നെയാണ്. ഈ വിവരങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് കമ്പനിയുടെ ഡയറക്ടർ എന്ന് വ്യക്തമാവുകയാണ്. ലാവലിൻ അഴിമതിയാണ് പിണറായി വെട്ടിലാക്കിയ ആദ്യ വിവാദം. പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും കുറ്റവിമുക്തി നേടിയെങ്കിലും അതിനെതിരെയുള്ള അപ്പീൽ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടെയാണ് ലാവലിന്റെ ആസ്ഥാനമായി കാനഡയിൽ
വീണയ്ക്ക് കമ്പനിയുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങളോട് എങ്ങനെയാണ് ഇനി മുഖ്യമന്ത്രി പ്രതികരിക്കാനിരിക്കുന്നതെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. മാസപ്പടി വിവാദത്തിനിടെ എക്സാലോജി കമ്പനി വീണ പൂട്ടിയിരുന്നു. ROCയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വീണ കമ്പനി പൂട്ടിയത്. ഇതും SFIയുടെയും ROCയുടെയും അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ട്. മാസപ്പടി അന്വേഷണത്തിൽ എക്സാലോജി കടലാസ് കമ്പനിയാണെന്ന സംശയവും കമ്പനികാര്യ വകുപ്പ് മുന്നോട്ട് വച്ചിരുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിലാണ്. അതിനിടെയാണ് കാനഡയിലെ കമ്പനിയുടെ വിവരങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശത്തെ ബിസിനസ് ഇടപാടുകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണമെന്നാണ് ചട്ടം. ജോലിയുണ്ടെങ്കിൽ അതും അറിയിക്കണം. പിണറായി വിജയൻ ഈ ചട്ടം പാലിച്ചിട്ടുണ്ടോ എന്നത് ആർക്കും അറിയില്ല. വീണയുടെ ഭർത്താവും മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ വിവരങ്ങളും കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട്. അത് അറിയിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ വീണ വിജയന്റെ കാനഡയിലെ കമ്പനി CBI അന്വേഷണത്തിലേക്ക് നീങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരം.